ലോകമുറ്റുനോക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലേക്ക് ചൈനയുടെ അത്യാധുനിക ആയുധങ്ങൾ രഹസ്യമായും പരസ്യമായും ഒഴുകുകയാണ്. ഒരു ആയുധ കൈമാറ്റം അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധ രാഷ്ട്രീയത്തിനും സൈനിക ഭീഷണിക്കുമെതിരെയുള്ള ഒരു വലിയ ഭൂരാഷ്ട്ര തന്ത്ര നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് ചൈന നൽകുന്നത് ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന മുന്നറിയിപ്പാണ്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ ആധിപത്യം പുലർത്തുന്ന അമേരിക്കൻ താൽപര്യങ്ങൾക്കും അവരുടെ സൈനിക ശക്തിക്കും വെല്ലുവിളിയായി ഇറാൻ എന്ന കരുത്തുറ്റ രാഷ്ട്രവും അവർക്ക് താങ്ങായി ചൈന എന്ന ലോകശക്തിയും ഒത്തുചേരുമ്പോൾ ലോകമൊരിക്കൽ ഒരു വൻ ശക്തിക്കൂട്ടുകെട്ടിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറൻ ശക്തികൾ പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ നിലനിർത്തിപ്പോന്ന മേധാവിത്വം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിനിടെ കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ചൈന അത്തരമൊരു നടപടിക്ക് മുതിർന്നാൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ചൈന ഇറാൻ ആയുധങ്ങൾ കൈമാറുന്നു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇറാന് ചൈന ആയുധം നൽകാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. US രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മാൻപാഡ്സ് എന്ന് വിളിക്കുന്ന തോളിൽ വെച്ച് തൊടുക്കാവുന്ന വിമാനവേദ മിസൈലുകളാണ് ചൈന ഇറാന് കൈമാറുന്നത്. ആയുധം നേരിട്ട് ഇറാന് കൈമാറാതെ മൂന്നാമതൊരു രാജ്യത്ത് എത്തിച്ച് ഇവിടെ നിന്ന് ഇറാനിലേക്ക് എത്തിക്കാനാണ് ശ്രമമെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ട്രംപ് തന്റെ കർശന നിലപാട് വ്യക്തമാക്കിയത്. ചൈന ഇറാൻ ആയുധം കൊടുത്താൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, മനസ്സിലായല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തങ്ങൾ ഒരു പക്ഷത്തേക്കും ആയുധങ്ങൾ നൽകുന്നില്ലെന്നും പുറത്തുവന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായി തെറ്റാണെന്നും അമേരിക്കയിലെ ചൈനീസ് എംബസി പ്രതികരിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവരാൻ മധ്യസ്ഥ വഹിച്ചത് ചൈനയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സമാധാന ശ്രമങ്ങൾക്കിടെ ഇറാനെ സൈനികമായി സഹായിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് അമേരിക്ക കരുതുന്നു. അടുത്ത മാസം ട്രംപ് ചൈന സന്ദർശിക്കാനിരിക്കെയാണ് പുതിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. വെടിനിർത്തൽ കാലയളവിൽ ഇറാൻ തങ്ങളുടെ ആയുധശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അതിന് ചൈന കൂട്ടുനിൽക്കുകയാണെന്നുമാണ് അമേരിക്കയുടെ ആരോപണം. ഇറാൻ സൈന്യത്തെ തങ്ങൾ തകർത്തു കഴിഞ്ഞുവെന്നും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും വിജയം അമേരിക്കയ്ക്കൊപ്പമാണെന്നും ട്രംപ് ആവർത്തിച്ചു. എന്നാൽ പാകിസ്ഥാനിൽ വെച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ ഇറാനുമായി നടത്തിയ സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും ഇറാൻ അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് 20 മണിക്കൂറോളം നീണ്ട ചർച്ചകൾ എങ്ങുമെത്താതെ അവസാനിച്ചുവെന്നും തങ്ങൾ അമേരിക്കയിലേക്ക് മടങ്ങുകയാണെന്നും JD വാൻസ് പ്രതികരിച്ചു. അതിനിടെ ഇറാൻ സപ്പോർട്ട് നൽകുന്നതിന് പിന്നാലെ തായ്വാന് ചുറ്റും ചൈനീസ് സൈന്യത്തിന്റെ സാന്നിധ്യം തുടരുന്നതായി റിപ്പോർട്ട്. ഞായറാഴ്ച 8 ചൈനീസ് യുദ്ധക്കപ്പലുകളും 2 സൈനിക വിമാനങ്ങളും 4 ഔദ്യോഗിക കപ്പലുകളും തങ്ങളുടെ പരിധിയിൽ കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതിലൊരു വിമാനം തായ്വാന്റെ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് കടന്നു കയറിയെന്നും മന്ത്രാലയം എക്സിലൂടെ വ്യക്തമാക്കി. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും തായ്വാൻ സൈന്യം പ്രതികരിച്ചിട്ടുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു. ഇന്ന് രാവിലെ 6 മണിവരെ തായ്വാന് ചുറ്റും ചൈനയുടെ 2 വിമാനങ്ങളും 8 യുദ്ധക്കപ്പലുകളും 4 ഔദ്യോഗിക കപ്പലുകളുമാണ് കണ്ടെത്തിയത്. ഇതിലൊരു വിമാനം തായ്വാന്റെ തെക്കുകിഴക്കൻ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം ഇതിലും വലിയ സൈനിക നീക്കമാണ് ചൈന നടത്തിയത്. രാവിലെ 6 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 17 ചൈനീസ് സൈനിക വിമാനങ്ങളും 7 യുദ്ധക്കപ്പലുകളും ഒരു ഔദ്യോഗിക കപ്പലും തായ്വാൻ തീരത്ത് കണ്ടെത്തിയിരുന്നു. 17 വിമാനങ്ങളിൽ 15 എണ്ണവും ഇരു രാജ്യങ്ങളെയും വേർതിരിക്കുന്ന മധ്യരേഖ കടന്ന് തായ്വാന്റെ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് പ്രവേശിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. ചരിത്രപരവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ ഏറെ സങ്കീർണമാണ് തായ്വാൻ ചൈന തർക്കം. തായ്വാൻ തങ്ങളുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നാണ് ചൈനയുടെ എക്കാലത്തെയും വാദം. എന്നാൽ സ്വന്തമായി ഭരണകൂടവും സൈന്യവും സമ്പദ് വ്യവസ്ഥയുമുള്ള തായ്വാൻ ഇത് അംഗീകരിക്കുന്നുമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.